എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഏറ്റുമാനൂരിലുള്ള എൻ്റെ മകളുടെ വീട്ടിൽ ഒരു ഹ്രസ്വ സന്ദർശനത്തിനായിട്ട് എത്തിയതാണ്. ഒരു 2 ദിവസത്തെ പരിപാടി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവളുടെ ഫാദറിലോയായിട്ട് രാവിലെ ഒരു നടത്തം അങ്ങനെ ഇറങ്ങി. പിന്നെ വൈകുന്നേരം മോള് പറഞ്ഞു ഇവിടെ അടുത്തൊരു അമ്പലത്തിലൊരു ഉത്സവമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ അർബനൈസ്ഡ് ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് കാര്യം മൂവാറ്റുപുഴയിലൊക്കെയാണ് ജനിച്ച് വളർന്നതെങ്കിലും പിന്നീട് ഒരുപാട് വർഷക്കാലം ഞങ്ങൾ എറണാകുളത്തും പിന്നെ ഇപ്പോൾ ആന്ധ്രയിലൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശത്ത് വന്നപ്പോൾ ഈ കോട്ടയം ഏറ്റുമാനൂർ സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മോർണിംഗ് വാക്ക് ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാനിതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ കോട്ടയത്തെ ഈ ഗ്രാമഭംഗികളും ഇവിടുത്തെ കൺസ്ട്രക്ഷൻ, ഇവിടെ ഒരു വീട്ടിൽ ഇവിടെ പുള്ളിയുടെ ഒരു സുഹൃത്തിൻ്റെ വീടാണ്. അത് കണ്ടപ്പോൾ ഇവിടുത്തെ എല്ലാ വീടുകളും തന്നെ വളരെ മനോഹരമായിട്ടുള്ള നിർമ്മിതികളാണ്. ആ കാടിൻ്റെ നടുവിലൊക്കെ നിൽക്കണ പോലെ തോന്നും. വലിയ കൊടും കാടൊന്നുമല്ല, പക്ഷേ നമുക്ക് ഇങ്ങനെ നഗരത്തിൽ നിന്ന് വരുന്നവർക്ക് ഇതൊരു കാട് ഫോറസ്റ്റൊക്കെ ആയിട്ട് തോന്നും. നല്ല രസമുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റുമാനൂരിന്റെ ഗ്രാമ ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു രാവിലത്തെ നടത്തം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് വന്ദേ ഭാരതം ഒക്കെ കാണാൻ പറ്റി. വന്ദേ ഭാരത് നമുക്ക് അറിയാം, വന്ദേ ഭാരത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിവിടെ ഈ ഒരു കാഴ്ച ഭയങ്കര രസമായിരുന്നു. അത് പോകുന്ന പോക്ക് കാണുമ്പോൾ വന്ദേ ഭാരതിന് മുമ്പ് പാലരുവി എന്ന് പറഞ്ഞൊരു ട്രെയിനുണ്ട്. തിരുപ്പതിക്ക് ഗുരുവായൂർ പോകുന്ന ആ ട്രെയിനിലാണ്. അപ്പം അത് ഈയിടെയാണ് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചത്. അത് ശരി. അപ്പൊ ഏറ്റുമാനൂർ സ്റ്റോപ്പ് ഉണ്ട്. ഏറ്റുമാനൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയാ, കോട്ടയത്തിന്റെ ഏറ്റവും നല്ലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് അല്ലേ? അതെ, ഒത്തിരി കോട്ടയം ഇത്ര അടുത്തായത് കൊണ്ടാണ് അല്ലെ. ഏറ്റുമാനൂർ നല്ലൊരു സ്റ്റേഷനാണ്. ഏറ്റുമാനൂർ പല ട്രെയിനിനും പാർക്ക് ചെയ്യാനും വെള്ളം നിറയ്ക്കാനും ഒക്കെ സൗകര്യം ഉള്ള സ്റ്റേഷനാണ്. അപ്പം നോർമലി ഇനി ട്രെയിനുകളുടെ എണ്ണം കണ്ടമാനം കൂടും. ഇവിടെ ഹോൾട്ട് ചെയ്തിട്ട് വെള്ളം നിറയ്ക്കുകയും കോട്ടയത്തുനിന്ന് ചെറിയ ദൂരമല്ലേ ഉള്ളൂ, കോട്ടയത്തേക്ക് കൊണ്ടുപോയി കോട്ടയം ടെർമിനലായിട്ട് എടുത്തിട്ട് ട്രെയിൻ ഓടിക്കാൻ തുടങ്ങും. ഇപ്പം ചെന്നൈയിൽ നിന്ന് വന്ദേ ഭാരത് കോട്ടയം വരെ ഓടിച്ചു. കോട്ടയത്ത് ഫെസിലിറ്റി ഉണ്ട്. ഇരുവശങ്ങളിലും ഇടതൂർന്നു വളരുന്ന വൃക്ഷങ്ങളുടെ തണലിലൂടെ, അതുപോലെ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ ശരീരത്തിൽ പതിക്കുന്ന സൂര്യരശ്മികളുടെ ഇളം ചൂടിൽ, അതുപോലെ തണുപ്പും ചൂടും ഒക്കെ കലർന്ന് ഇരുവശത്തുമുള്ള ഗൃഹങ്ങളുടെ ആധുനിക രീതിയിൽ പണിതിട്ടുള്ള ധാരാളം വീടുകളിൽ നമുക്ക് കാണാൻ പറ്റും. ആ യാത്ര അവർണ്ണനീയമാണ്. ഗ്രാമീണ ഭംഗിയുടെയും മോഡേൺ ടെക്നോളജിയുടെയും മനോഹരമായ സമന്വയമാണ് ഇവിടുത്തെ നവീനമായ പല നിർമ്മിതികളും. പോകുന്ന വഴിക്കൊക്കെ പരിചയക്കാരുടെ വീടുകളിലൊക്കെ ഒന്ന് ഹായ് പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിയത്. പിള്ളേർ സ്കൂളിൽ പോകാനുള്ള സമയമായില്ലേ? എല്ലാ വീട്ടിലും ഈ സ്കൂൾ കുട്ടികൾ രാവിലെ ഈ സമയമാകുമ്പോൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള തിരക്കായിരിക്കും. അടുത്ത് തന്നെയാണോ സ്കൂളൊക്കെ? ഓക്കെ. നഗരങ്ങളിലേതുപോലെ സ്ഥലപരിമിതികൾ ഇല്ലാത്തതുകൊണ്ട് മിക്ക വീടുകളും റോട്ടിൽ നിന്ന് ഉള്ളിലോട്ട് മാറി ആ വഴിയിലൊക്കെ കല്ലുകൾ പാകിയും മറ്റുമൊക്കെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. വഴിയിലുടനീളം കാണുന്ന വീടുകളുടെ ഡിസൈനുകൾ ഒന്നിനൊന്നും മെച്ചവും വൈവിധ്യമാർന്നതും ആയിരുന്നു. പ്രകൃതിയുടെ മടിത്തട്ടിൽ അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭവനം ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. സുഹൃത്താണല്ലേ? എന്താ പേര് ചേട്ടൻ്റെ? ബൈജു സെബാസ്റ്റ്യൻ. എത്ര കാലമായി വീടൊക്കെ വെച്ചിട്ട് ഇവിടെ? 12 വർഷമായി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ എനിക്ക്. കാര്യം ഞങ്ങൾ കൂടുതലും മൂവാറ്റുപുഴയിലൊക്കെയാണ് ജനിച്ച് വളർന്നതെങ്കിലും പിന്നീട് ഒരുപാട് വർഷക്കാലം ഞങ്ങൾ കൂടുതലും അർബൻ ഏരിയാസിലാണ്, എറണാകുളത്തും പിന്നെ ഇപ്പോൾ ആന്ധ്രയിലും അവിടെയൊക്കെ. അപ്പോൾ ഇപ്പോൾ ഈ കോട്ടയത്ത് വന്ന് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഞാനിപ്പോൾ നമ്മുടെ ശ്രീകുമാർ സാറടുത്ത് പറഞ്ഞു, നമ്മൾ നോർത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ വാളയാറ് കഴിഞ്ഞ് പാലക്കാട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു പച്ചപ്പും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര ഒരു വികാരമാണ് നമ്മുടെ കേരളം ആയി എന്നുള്ളത്. നമ്മൾ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകിയെന്നുള്ളൂ. അതെ, ഇവിടുത്തെ അറിയില്ല, പക്ഷെ പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്ക് അത് അറിയാം. ചേട്ടൻ വരുമ്പോൾ എപ്പോഴും പറയും എത്ര കാശ് കൊടുത്താലും പോരാത്തില്ല. കാരണം നമ്മളത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സൂക്ഷിക്കുക, ഏറ്റവും നല്ലതായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും വളരെ സന്തോഷം കേട്ടോ. നല്ലൊരു ഐശ്വര്യമുള്ള എന്താ പറയുക
വീട്ടിൽ വളർത്തിയിരുന്ന ജർമ്മൻ ഷെപ്പേർഡ് ലോങ് കോട്ട് ബ്രീഡിലുള്ള ഒരു നായയായിരുന്നു മറ്റൊരു ആകർഷണം. ശ്രേയ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശാങ്ക ബോക. ഗുഡ് മോർണിംഗ് ശാങ്ക. ഗുഡ് മോർണിംഗ് ശാങ്ക. ആശേ ആശേ, ഓ നീതജലി ഉറക്കം കഴിഞ്ഞ് ശരിയായിട്ടില്ല അല്ലേ? ഇന്നലെ രാത്രി ഉറക്കം ശരിയായിട്ടില്ല. ചിരിച്ചേ ചിരിച്ചേ ചിരിച്ച് കാണിച്ചിട്ടേ. ഞങ്ങളുടെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1.5 ഇരട്ടി ഫലമായിരിക്കും. 10,000 സ്റ്റെപ്സിന് എനിക്ക് തോന്നുന്നു നോക്കണം ഒരു 5,000 സ്റ്റെപ്സൊക്കെ ആയിട്ടുള്ളൂ. എങ്കിലും നല്ല ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് എന്തോ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കൂടെ നടക്കുന്ന പോലെയൊക്കെ ആയിരുന്നു. സമ്മതിക്കണം, നല്ല അടിപൊളി. ഇവിടെ വല്ല വീടും വെച്ച് താമസിക്കണം, നല്ല സുഖമായിരിക്കും. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഉണ്ണിയപ്പം ഇത് കഴിച്ചിട്ട് ഒരുപാട് കാലമായി. നമ്മൾ മൂവാറ്റയിലായിരിക്കുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിനുശേഷം എറണാകുളത്ത് വന്നപ്പോൾ ഇപ്പോൾ ആന്ധ്രയിൽ പോയപ്പോൾ അവിടെ നിന്ന് കാണാനേ ഇല്ല ഉണ്ണിയപ്പം. ഇത് ശരിക്കും മലയാളത്തുകാർക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയപ്പം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മധുരം ഉള്ളതാണെന്നാണ് എല്ലാവരും വിചാരിക്കുള്ളൂ. നമ്മൾ ഈ GSP കൊങ്കണി ബ്രാഹ്മിൻസ് ഉണ്ടാക്കുന്ന ഇതിന് ഉണ്ണിയപ്പം എന്ന് പറയുന്നതിന് പകരം വേണ്ടി ഉഴുന്നപ്പം എന്ന് പറയാം. നമ്മൾ അപ്പത്തിന്റെ ചട്ടി തന്നെയാണ് ഇത്. ഉഴുന്നുമാവ് ദോശമാവിൽ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണിത് ഉഴുന്നപ്പം. പക്ഷെ ഇത് GSP കൊങ്കണികൾ മാത്രമാണ് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രുചിയാണ്. ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ദോശ ഉണ്ടാക്കുന്ന മാവ് കൊണ്ടോ ഇഡ്ഡലി മാവ് കൊണ്ടോ നമുക്ക് ഈ പറഞ്ഞ എന്താ പറയാ ഈ അപ്പച്ചട്ടിയിൽ ഇട്ടിട്ട് ഈ ഇതുപോലെയുള്ള ഉണ്ണിയപ്പം മധുരം ഉള്ളതാണ്. ഇത് മധുരം ഇല്ല. ഇത് നമുക്ക് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ സാമ്പാറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചാറിലോ ഒക്കെ മുക്കി തിന്നാനായിട്ട് അടിപൊളിയാണ്. എന്നാലും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്ന് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. മോർണിംഗ് വാക്കാണെങ്കിലും അതേപോലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു തുടങ്ങി കേട്ടോ. സൂപ്പർ മായി കേട്ടോ. Abu bisrana ka, Abu beja ta, Abu peltan chon desana ko eh. Ayo, Abu bisrana ka godove, bisrana. Ayo, bisrana ka gojelle. To പോയിട്ട് bisraita. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഒരു ദർശനം. കൂടെ നമ്മുടെ മോളുണ്ട്, ശ്രേയുണ്ട്. ആക്ച്വലി ഞാൻ ഇവിടെ ഇപ്പോൾ ഈ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇവിടെ ഏറ്റുമാനൂർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മോളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഗുരുവാടേക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രിയിലെ ട്രെയിനിന് ഗുരുവാടയിലേക്ക് തിരിക്കുകയാണ്. മോളൊരു ഒരാഴ്ചയോളം നമ്മുടെ കൂടെ ഉണ്ടാകും. ഞങ്ങൾ ചൂരക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് വരാതെ പെട്ടെന്ന് ഒരു ക്ഷേത്രത്തിലോട്ട് വരിക, അവിടെ തൊഴാൻ സാധിക്കുക, അവിടെ നിന്ന് പ്രസാദം കിട്ടുക, അതും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെയുള്ളത്. എല്ലായിടത്തും ഇങ്ങനെ വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നത് അതൊരു പ്രത്യേക രീതിയിലാണ്. ഇങ്ങനെ വിളക്ക് കത്തിച്ച് വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇത്തരം വിളക്കുകൾ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ധാരാളം ആളുകളുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉത്സവം നടക്കുന്ന സമയം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിക്കൽ ദേവി നിന്റെ നടക്കൽ വന്ന ശക്തി ജ്വലിക്കും രൂപം കണ്ടാൽ മറക്കില്ലാരും. ഒരിക്കൽ ദേവി നിന്റെ നടക്കൽ വന്ന ശക്തി ജ്വലിക്കും രൂപം കണ്ടാൽ മറക്കില്ലാരും. ഇടനെഞ്ചിനഴലോടെ സ്തുതിക്കുന്നോരെ ചൂരക്കുളങ്ങര ഭഗവതി കൈവിടില്ലല്ലോ. ഇടനെഞ്ചിനഴലോടെ സ്തുതിക്കുന്നോരെ ചൂരക്കുളങ്ങര ഭഗവതി കൈവിടില്ലല്ലോ.
ഈ ഗാനം ശ്രവിച്ചുകൊണ്ടും ഉത്സവപ്പറമ്പിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടും നിന്നപ്പോൾ ഒരു നിമിഷം എൻ്റെ ഓർമ്മകൾ ഒരുപാട് വർഷക്കാലം പുറകിലോട്ട്. ഞങ്ങൾ പാലക്കാട് താമസിച്ചിരുന്നപ്പോൾ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള കൈമാടം അയ്യപ്പ ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച ഉച്ചഭാഷണിയിലൂടെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മനോഹരമായ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ, ഗംഗയാറു പിറക്കുന്നു ഹിമവൻ മലയിൽ, അതുപോലെ ഉദിച്ചുയർന്നു മാമലമേലെ ഉത്ര നക്ഷത്രം തുടങ്ങിയ ഗാനങ്ങളൊക്കെ ശ്രവിക്കുന്ന ആ ഒരു ഓർമ്മകളിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. കൂട്ടുകാരെ പൊലിക്കുന്നല നാട്ടിലെ മംഗമാരെ കുമ്പിയടിച്ചിട കൂട്ടുകാരെ പൊലിക്കുന്നല നാട്ടിലെ മംഗമാരെ പാട്ടുകൊണ്ടിരിയും നങ്ങേനി മങ്കയും പാടികൾ പൊട്ടിക്കൊണ്ടാടി വേണം, പാടികൾ പൊട്ടിക്കൊണ്ടാടി വേണം. കല്യാണി നീ എന്തേ നിന്നാതിരിക്കുന്നു, കല്യാണി വന്ദങ്ങൾ ചൊല്ലിടുക. കല്യാണി നീ എന്തേ നിന്നാതിരിക്കുന്നു, കല്യാണി വന്ദങ്ങൾ ചൊല്ലിടുക. കല്യാണശീലേ കളവാടി കന്യകെ നീയും കലങ്ങട കുണ്ടളജാലം ഇരുട്ടിയ അൻപോടു താളം പിടിച്ചുടൻ മോദത്തു മേടിച്ച കൂലത്തു താളത്തു മോദത്തു മേടിച്ച കൂലത്തിലെ മംഗളമാരെ പോയി കുന്നല നാട്ടിലെ മംഗളമാരെ. ഇത് വർഷങ്ങൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. ഒരു പുന്നയ്ക്കൽ ഇല്ലെന്നൊരു ഇല്ലത്തിൻ്റെ കീഴിലാണ് ഈ അമ്പലം. ഇത് ഇപ്പോൾ ഒരു ഈ രീതിയിൽ പുനരുദ്ധാരണം നടത്തിയിട്ട് ഒരു 8 വർഷം ആയിട്ടുള്ളൂ. ഞങ്ങളെല്ലാം കമ്മിറ്റിക്കാരായിട്ട് എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ ഞങ്ങളിവിടെ ഈ അമ്പലം ഓർമ്മയുണ്ട്. ഇവിടെ റോഡില്ല, ചെറിയൊരു പാടം മാത്രമേ, ഇതൊരു വരമ്പത്തോടെ നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അതുപോലെ ക്ഷയിച്ചു കിടന്നൊരു ക്ഷേത്രമാണ്. പുന്നയ്ക്കൽ ഇല്ലത്തിൻ്റെ അധികാരത്തിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇളയ മകനായ നീലകണ്ഠൻ നമ്പൂതിരിയാണ് ഇപ്പോൾ ഇവിടുത്തെ മേൽശാന്തിയായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഏറ്റുമാനൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഐതിഹ്യമുണ്ട്. 8 ഇല്ലക്കാർക്കാണ് ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ അവകാശം. അതിൽപ്പെടുന്ന ഒരു ഇല്ലം കൂടിയാണ് ഈ പുന്നയ്ക്കലില്ലം. അടിയക്കോൾ കൃഷ്ണൻ നമ്പൂതിരിയാണ് ഇതിൻ്റെ ഈ തന്ത്രി സ്ഥാനം നിർവഹിക്കുന്നത്. യാദൃശ്ചികമായിട്ടാണ് ഈ അമ്പലത്തിൽ ഇന്ന് വരാനിടയായത് എനിക്ക്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആ ഒരു അറേഞ്ച്മെന്റ്സും ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ വളരെ വളരെ ഭംഗിയായിട്ട് തോന്നി. ഒരുപാട് നാളുകൾക്ക് മുമ്പാണ് ഒരു ഉത്സവ പറമ്പിൽ പോകുന്നത്. നല്ലൊരു ഉത്സവ പ്രതീതി തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നാലും 2 വാക്കുകൾ സംസാരിച്ചതിന് വളരെയധികം താങ്ക്സ് കേട്ടോ. വേദിയിലെ കലാപരിപാടികൾ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് രാത്രി ട്രെയിനിന് ഗുരുവായൂരിലേക്ക് മടങ്ങേണ്ടതുള്ളത് കൊണ്ട് ഞങ്ങൾ അന്നപ്രസാദവും കഴിച്ച് വീട്ടിലോട്ട് മടങ്ങുകയായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഫുള്ളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മോർണിംഗ് വാക്ക്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ആ ഉത്സവം, അതൊക്കെ തന്നെ ധാരാളം ഉണ്ട്. ഇതെല്ലാം കൂടെ ഇനി എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ലെങ്തി ആയിപ്പോയി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. ആളുകൾക്ക് അത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ. എന്തായിരുന്നാലും നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ പ്രകൃതി ഭംഗിയും എല്ലാം കോർത്തിണക്കിയ ഉത്സവവും എല്ലാം കോർത്തിണക്കിയ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക സുഹൃത്തുക്കൾക്കും ഫാമിലീസിനും ഒക്കെ. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.